ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, 27-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. തൻ്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിച്ച, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച, ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് 27-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. 1 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും. ദാവീദ് പറയുകയാണ്, ദൈവം എൻ്റെ വെളിച്ചമായിരിക്കുമ്പോൾ, ദൈവം എൻ്റെ രക്ഷയായിരിക്കുമ്പോൾ എനിക്ക് പേടിക്കാൻ, ഭയപ്പെടുവാൻ ഒന്നുമില്ല. മുമ്പോട്ട് വായിക്കുന്നു, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയം നമ്മളെ ഗ്രസിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ രോഗം, ജീവിത പങ്കാളിയുടെ രോഗം, മക്കളുടെ അസുഖങ്ങൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, സാമ്പത്തിക തകർച്ച, കടബാധ്യത, ചുറ്റും ശത്രുതയോടുകൂടി കാണുന്ന മനുഷ്യർ, മക്കളുടെ ഭാവി, ഇവയെല്ലാം നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുന്നവനെ ബലപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോഴും 35 മുതൽ 43 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോഴും യായിറോസ് എന്ന പള്ളിപ്രമാണി കർത്താവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഗുരോ, എൻ്റെ മകൾ രോഗത്താൽ മരിക്കാൻ കിടക്കുന്നു, നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനിടയിൽ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. പക്ഷെ ആ സമയത്ത് കർത്താവ് യായിറോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ദൈവത്തിന് ഇനിയും നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ സമയമുണ്ട്. യെശയ്യാ പ്രവചനം 41:10, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവ്വം ടിജു വർഗീസ്.